ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എടുത്താലോ വിചാരിച്ചിട്ട് ഫോണൊക്കെ ഇങ്ങനെ പിടിച്ച് ഞാൻ എന്നെ തന്നെ കണ്ണാടി നോക്കി കണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ബൾബ് നമ്മളിവിടെ ഇട്ടേക്കും, ബൾബല്ല എന്താണ് ട്യൂബ്, അത് ഇട്ടേക്കും കേട്ടോ, ലൈറ്റ് നമ്മളിവിടെ ഇട്ടേക്കും. പിന്നെ ഇതാ ബാൽക്കണീൻ്റെ വാതിലൊക്കെ ഒന്ന് തുറക്കാൻ വരാണ്. കുറേ ശ്രമിച്ചിട്ടാട്ടോ ആ വാതിലൊന്ന് തുറന്നത്. മഴ പെയ്തിട്ടായിരിക്കും തോന്നുന്നു ടൈറ്റായി കിടക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ എനിക്ക് കിട്ടിയതിന് ശേഷമേ ഞാൻ അടുക്കളയിലേക്കൊക്കെ പോവുള്ളൂ. ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ നിൽക്കണം, ആ ഒരു മന്ദഗതിയൊക്കെ മാറണം. എണീറ്റാൽ ഒരു 5ൻ്റെ 5 എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയാണ്. അത് കഴിഞ്ഞ് പിന്നെ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിടാണ് കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് പിന്നെയും ഒന്ന് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അല്ലാതെ ആ നിസ്കാരത്തിലൂടെ തന്നെ എണീറ്റ് നമുക്ക് ഇവിടെ എല്ലാം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. അത് നിസ്കാരം കഴിഞ്ഞ് കുറച്ചൊന്ന് വെറുതെ ഇനിയൊന്ന് ചായും, അതിൽ വരുന്നൊരു മന്ദഗതിയാണ്. അപ്പോൾ പിന്നെ ഇതാ ഈ ഒരു കാരക്ക ജംഗ്ഷൻ കൊണ്ടുവന്ന കേട്ടോ ടൗണിൽ. നല്ല മധുരമുണ്ട്, പക്ഷേ വായൊക്കെ കാറിയിട്ട് എന്തൊക്കെയോ ആവും. കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട് ആളെ. അങ്ങനെ പിന്നെ നമ്മൾ അടുക്കളയിലേക്കുള്ള രംഗപ്രവേശനമാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാക്കാൻ എന്തൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളത് തീരുമാനിക്കുക. തലേന്ന് ഉണ്ടാക്കി വെക്കുന്നൊക്കെ ആണെങ്കിൽ അത്ര പ്രശ്നമില്ല. ഇത് അന്ന് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ നേരം വെളുത്താലൊരു എന്താ ഉണ്ടാക്കുക ഏതാ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അങ്ങനെ അതാ പിന്നെ ഞാൻ നോക്കിയില്ല. എന്താ വെച്ചാൽ മറ്റാൾക്ക് വേഗം പോകണം, 9:30 ആകുമ്പോഴേക്കും പോകണമല്ലോ. അപ്പോൾ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിയണം. ചോറ് കൊണ്ടുവരുന്നുണ്ട്. ഇത് രാത്രി വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ, പണി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ച് ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും എടുത്തേക്കാൻ നിന്നിട്ടില്ല. മഴ ആയതുകൊണ്ട് നേരം വൈകുന്നുണ്ട് ഷോപ്പിൽ നിന്നൊക്കെ വരാൻ. 10:30 മണിയൊക്കെ ആവും, ചിലപ്പോൾ 10:30 കഴിയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഇതൊക്കെ എടുത്ത് വെക്കാനൊക്കെ മടിയാവും. വേഗം ഇടുന്നാൽ മതിയല്ലോ എന്നായിരിക്കും. പിന്നെ ഞാൻ ലേശം പൊടിയൊക്കെ എടുത്തത് അതുപോലെ എന്തായാലും പൊടി കൊഴിച്ച് ഞാൻ വെക്കാണ്. ഉപ്പ് ഞാൻ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് കൊഴിച്ച് വെക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ വെള്ളത്തിലല്ല ഞാൻ ഉപ്പ് കലക്കൽ, ആദ്യം ഒരു ശീലമായിപ്പോയി ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, കൂടൊന്നുമില്ല, എനിക്ക് അളവ് അറിയാം എന്തായാലും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കൊഴിച്ച് വെക്കൽ. എന്തായാലും ഇത് ഇങ്ങനെ ആക്കി വെക്കാണ്. പൂരിക്കായാലും ചപ്പാത്തിക്കായാലും ഇങ്ങനെ വെച്ച് വെക്കണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചായക്ക് വെള്ളം വെക്കട്ടെ, ചൂടുവെള്ളം വേണം കുടിക്കാൻ ഇവിടെ. അപ്പോൾ എനിക്ക് എൻ്റെ കെറ്റലില്ലാത്ത വല്ലാത്തൊരു നഷ്ടമായിരിക്കണ്. എൻ്റെ കെറ്റൽ 2 ദിവസമായിട്ട് ഇപ്പം അതൊരു പ്ലഗ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കിട്ടിയില്ല കേട്ടോ. പിടിച്ച് വലിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തീയൊക്കെ വന്ന് ആകെ പേടിച്ചു പോയി ഞാൻ. ഇതിക്ക് നഷ്ടമാണ്. ഇങ്ങനെ ഗ്യാസ് വെള്ളം വെച്ച് ചായ ഉണ്ടാക്കുന്നതല്ല, പക്ഷെ അത് ഭയങ്കര എളുപ്പമാണ് ആ കെറ്റിൽ. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലഗ് പോയിട്ടോ. ഒന്നുമില്ലായിരുന്നു, നല്ലോണം വർക്ക് ചെയ്ത സാധനമാണ്. അപ്പോൾ പ്ലഗ് എന്താ കിട്ടാത്തത് നോക്കിയതാണ് ഞാൻ. അവിടെ തന്നെയാണ് മിക്സി കുത്തി അടിക്കലൊക്കെ, മിക്സിൻ്റെ എന്തെങ്കിലും അടിക്കണമെങ്കിലൊക്കെ. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. തീയൊന്നായിട്ട് പാളി. ഞാൻ വിചാരിച്ചതിൻ്റെ ഈ കൈയിൻ്റെ വിരലും നഷ്ടപ്പെടിക്കുമെന്ന്. ഒന്നിൻ്റെ ഷോക്ക് തന്നെ മാറിയിട്ടില്ല, അപ്പോഴേക്കും രണ്ടാമത്തതും ഒരു തീഗോളായിട്ട് വന്നിക്കണ് വിരലിലേക്ക്. പേടിച്ചു, ഒരു സൗണ്ടും വന്ന്. പ്ലഗ് സാധാരണ നല്ല നോർമലായിട്ട് നിൽക്കുക, അതിങ്ങനെ ഊരുമ്പോൾ ഉണ്ടായ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വലിയ തീകോളായിട്ട് വന്നത്. അതും ആ സ്ഥാനത്ത് തന്നെ, ആ മിക്സിയൊക്കെ വെച്ച് ആ സ്ഥാനത്ത് നിന്ന് തന്നെ ആയപ്പോഴേക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. പഠിച്ചോന് ഇതൊക്കെ കഴിച്ചിലാക്കി തന്നു. അപ്പോൾ എപ്പോഴും എൻ്റെ കാവലുണ്ടാവണേന്ന് പറയാം. പിന്നെ ഞാൻ ചോറ് വെച്ച് കുക്കറിലാണ് നമ്മൾ ഒന്നായിട്ട് ഇട്ട് വെച്ചിട്ടോ. പിന്നെ വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പച്ചക്കറിയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പ്രശ്നമില്ല. നമുക്കാണ് മീൻ വേണം എന്തായാലും. മീനില്ലാതെ കഴിക്കാൻ പറ്റില്ല, എന്തെങ്കിലും വേണം, മീനോ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ വേഗം അരിയാണ് ഒക്കെ. എന്തായാലും ഈ ടൈമിനുള്ളിൽ വേഗം ആവണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം ആക്കിയെടുക്കുകയാണ് കേട്ടോ എല്ലാം. പിന്നെ ഒരു സാധനത്തിലിട്ടിട്ട് ഇങ്ങനെ കറക്കിയാൽ മതി. ക്യാരറ്റൊക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വരും, അത് വേഗം കഴിയുന്ന ഒരു എളുപ്പപ്പണിയാണ്. പിന്നെ ചോറ് കഴിക്കണേ. പിന്നെ വെണ്ടക്ക അരിഞ്ഞ് വെച്ചിക്കണ്. വെണ്ടക്ക കറി ഉണ്ടാക്കണം പെട്ടെന്ന്. അങ്ങനെയൊക്കെ ഓരോന്ന് വേഗം സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ആലോചിച്ച്. ഈ രാവിലെ എണീറ്റാനുള്ളൊരു മന്ദഗതിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വേഗം പെട്ടെന്നായി കിട്ടും. ഞാനൊരു മടിച്ചൊന്നല്ല കേട്ടോ എന്തായാലും.
മടിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ദിവസമൊക്കെ ഒരു നോർമലായിട്ടുള്ള ചില സമയത്ത് നമുക്കൊരു ചില ദിവസങ്ങളിലൊക്കെ ഒരു ആദ്യം മടി ഉണ്ടാവില്ല, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ പണിയെടുക്കുന്നതിനൊന്നും എനിക്ക് വലിയ മടിയൊന്നുമില്ല. പിന്നെ അതേപോലെ കുട്ടി കുട്ടി പണിയൊന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് പണിയുള്ള പണിയാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ വലിയ വലിയ പണിയെടുക്കണം എനിക്ക് ഇഷ്ടം. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. ചൊറിഞ്ഞ പണിയെടുക്കുന്നത് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ വേലക്കാരി ജാനു വന്നിട്ടുണ്ട് എനിക്ക് പാത്രമൊക്കെ കഴുകി തരാൻ. ഇതെന്താണെന്നറിയില്ല, കുറച്ച് നേരത്താണ് വന്നത്. എൻ്റെ മോളാണ് കേട്ടോ, അവൾ വന്ന് പാത്രം കഴുകി തരാണ്. അത് കേൾക്കണ്ട, ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് നല്ല കിട്ടലാവും. അപ്പോൾ ഇതാ മൂത്ത കുട്ടിക്കുള്ള ചോറും കറിയൊക്കെ ആയി ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ അതായിട്ട് അപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞു. പിന്നെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് ഉണ്ട്, നമ്മുടെ ക്ലീനിങ് പരിപാടി. അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇത് ഇപ്പോൾ ഒരുവിധം വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോഡ് പാത്രങ്ങളും അങ്ങനെ കഴുകാനും തൊടിക്കാനും ഒക്കെ ഉണ്ടാവും. പിന്നെ അവരെ പറഞ്ഞേക്കുന്ന ആ തിരക്ക് വല്ലാത്തൊരു തിരക്ക് തന്നെയാണ്. അവരെ മാറ്റിച്ചെടുക്കൽ, അവർക്ക് ഫുഡ് കൊടുക്കൽ, അവർക്ക് ഭക്ഷണം കൊടുത്തയക്കൽ, അതൊക്കെ വല്ലാത്തൊരു സംഭവം. അതൊക്കെ ഞാൻ അനുഭവിച്ചൊരു ഇതാണ്. ഇപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുകയാണ്. എന്നാലും ഒരു പോകാൻ നേരത്ത് ഭയങ്കര തിരക്കന്നായിരിക്കും കേട്ടോ. സ്കൂളിൽ പോകുന്ന തിരക്കൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരുവിധം പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഇതാ കുറച്ച് വേസ്റ്റും കടലാസൊക്കെ കത്തിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൂ. വേറെ അങ്ങനെ ഒരു പരിപാടിയില്ല കേട്ടോ. പിന്നെ വീടിൻ്റെ ഉള്ളൊക്കെ മോള് ക്ലിയർ ആക്കിക്കോളും, അത് അവളെ സെക്ഷനാണ്, അതിൽ ഞാൻ പോവാറില്ല. 9:15 ആകുമ്പോഴേക്കും എൻ്റേതാ എൻ്റെ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ കൊച്ചു കിച്ചണ് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. ഇനി വേറെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്, ഇനി പുറത്തുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പം ഇനി അതൊക്കെ ചെയ്യാൻ പോട്ടെ. പിന്നെ ഞാൻ ബാൽക്കണിയിൽ മീൻകാരനെ പൈസ കയ്യിൽ പിടിച്ച് മീൻകാരനെ കാത്തിക്കാണ്. അയാളെ സൗണ്ടൊന്നും കേൾക്കാനില്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇട്ടേക്കും ഇന്നില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ചിക്കൻ എന്തെങ്കിലും മേടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ അലക്ക് കല്ലാണ് കേട്ടോ, അതിങ്ങനെ ഒരു ഷീറ്റിട്ട് മൂടി, അത് നായ്ക്കളെ പേടിച്ചിട്ടാണ്, അവരൊക്കെ വന്ന് അതുപോലെ ഇരുന്നാളും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചതാണ്. എനിക്ക് കുറച്ച് മാറ്റൊക്കെ ഉണ്ടായിരുന്നു അലക്കിയിടാൻ, അത് ഞാൻ വാഷിംഗ് മെഷീനിലൊന്നും ഇടാനില്ല. ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ കഴുകാൻ നല്ല നിറം വെക്കും കേട്ടോ, നല്ല കല്ലാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അതുപോലെ ചെയ്യും. പിന്നെ നിങ്ങൾ അവിടെ ഒരു നായിനെ കണ്ടോ, അതാണെങ്കിൽ എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കളിക്കുക. എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഒരു 10-20 ദിവസമായി വെള്ളവും ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്രയും ദിവസമായി നിന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ആയുസിൻ്റെ ബലം തന്നെ പറയാൻ പറ്റുള്ളൂ. ഞാനിട്ടാണെങ്കിൽ എപ്പോഴോ മരിച്ചു പോയിട്ടുണ്ടാവും സത്യം. 10-20 ദിവസമൊക്കെ വെള്ളം ഭക്ഷണം പോട്ടെ, വെള്ളം വരെ കുടിക്കാൻ കഴിയാതെ എങ്ങനെയാണ്. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ കളിക്കും. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളത്. പിന്നെ വേസ്റ്റ് കൊണ്ടുപോയിട്ടപ്പോഴാണ് ഓടി വന്നാണ് ആ സൗണ്ട് കേട്ടിട്ട്. അതുപോലെ തന്നെ ഈ വാഴ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, അത് 2 ദിവസം വീണിട്ട് അതിൻ്റെ എല്ലാം നശിച്ചു പോയതാണ്. പിന്നെ പിറ്റേന്ന് അതിനെ കുഴിച്ചിട്ട് ഇല്ല 3-4 ദിവസം കൊണ്ട് അത് കൊലച്ചും ചെയ്തിട്ടോ. അപ്പോൾ നോക്കിയാട്ടെ, അതാ പറഞ്ഞത്, എല്ലാത്തിനും അതിൻ്റെതായ ദിവസമുണ്ട് ദാസാന്ന് പറഞ്ഞതിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുണ്ടാവും. അപ്പം ഞാൻ വീട്ടിലുള്ള ആരെയും കളിയാക്കി വിളിക്കരുത് കേട്ടോ മരവാഴാന്ന്. വീഡിയോ ഒന്ന് അല്പം ലെങ്തായി പോയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.